വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ അറിയാത്തവർക്കും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരൊക്കെ കുറവാണ്. എന്നാലും തീരെയും അറിയില്ലാത്ത അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എങ്ങനെ തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഓക്കെ ഞാനത് ചെയ്ത് ശരിയാവുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാണ്ട് എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. എങ്ങനെ ചെയ്യണം എന്നൊട്ടും അറിയാത്തവരുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എന്നോട് ഞാനിതിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാര്യം, ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിലായാലും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോഴും ഇതിൽ വന്നൊരു കമൻറ്റ്, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്ന് വീഡിയോ ചെയ്യാവോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്രയും വലിയൊരു വീഡിയോ ഒന്നുമല്ല, ഒരു കുട്ടിയായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം അത്രയും സിമ്പിൾ. എനിക്കും ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് എല്ലാവരുടെയും കയ്യിൽ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് ആപ്ലിക്കേഷൻ എല്ലാവരുടെയും ഫോണിലുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗൂഗിൾ ബാക്കി എല്ലാ അക്കൗണ്ട്സും നമ്മുടെ ജിമെയിലിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ളതായിരിക്കാം എല്ലാം. അപ്പോൾ അങ്ങനെ ഓൾറെഡി ജിമെയിൽ സൈൻ ഇൻ ചെയ്ത് വച്ചിരിക്കുന്നത് വെച്ചിട്ട് ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ പാർട്ടിൽ യു എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മളപ്പോൾ അവിടെ നമ്മുടെ ഒരു അക്കൗണ്ട് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ, അതായത് നമ്മുടെ ഒരു ജിമെയിൽ സൈൻ ഇൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ക്രിയേറ്റ് ചാനൽ കൊടുക്കുമ്പോൾ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരും. അതായത് നമ്മൾ ചാനൽ നെയിം കൊടുക്കുക, അതിൻ്റെ താഴെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഐ ഡി കൊടുക്കുക. അപ്പം ഈ ചാനൽ നെയിമും ചാനൽ ഐ ഡിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. കാര്യം അത് നമ്മളിപ്പം ചെറിയതായിട്ട് പറയുകയാണെങ്കിൽ ഈ ചാനൽ ഐ ഡി വളരെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ചാനൽ ഐ ഡി കൊടുക്കാൻ നേരത്ത് അവർ തന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അങ്ങനെയല്ല, നമ്മളായിട്ട് മാനുവലായിട്ട് കൊടുക്കാൻ നോക്കുക, വളരെ സിംപ്ലിഫൈ ആയിട്ട് കൊടുക്കാൻ നോക്കുക. ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം. ചിലപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എത്രയും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് കൊടുക്കുക. അതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് ചാനൽ ഐ ഡി നമുക്ക് എവിടെ ഡിസ്പ്ലേ ആവണമെന്ന് ഒരു പോയിൻ്റ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ ചാനൽ നെയിം ആയിരിക്കില്ല അവിടെ വരുന്നത്, ചാനൽ ഐ ഡി ആയിരിക്കും അവിടെ സ്പെസിഫൈ ആവുന്നത്. നമ്മൾ ഏത് ചാനൽ ഐ ഡിന്നാണോ കമൻറ്റ് ചെയ്യുന്നത് ആ ഐ ഡി നെയിമായിരിക്കും ആ കമൻറ്റ് ചെയ്യുന്ന അവിടെ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ എത്രയും സിംപ്ലിഫൈ ആയിട്ട് കൊടുക്കാൻ നോക്കുക. ചാനൽ നെയിം കൊടുക്കുക, ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തേക്കുന്ന യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ അക്കൗണ്ട് കംപ്ലീറ്റ്, അതായത് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം തന്നെ. ഇപ്പോൾ സിമ്പിളായിട്ട് ഫോണിൽ വേറെ ഒരു കോംപ്ലിക്കേഷൻ സെറ്റിങ്സും അഡ്വാൻസ് സെറ്റിങ്സിലോട്ടൊന്നും പോകാണ്ടുള്ള സിമ്പിളായിട്ടുള്ളതാണ് പറയുന്നത്. യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ആ യു ഉള്ള സെക്ഷൻ തന്നെ പോയിട്ട് സ്വിച്ച് അക്കൗണ്ട് കാണും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ജിമെയിലൊന്നുമല്ല, സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ ചാനലിന് വേണ്ടിയിട്ട് പുതിയ ജിമെയിൽ അക്കൗണ്ട് തുടങ്ങി ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങി തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ആ യു സെക്ഷൻ പോവുക. പോകുമ്പോൾ യു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ചാനൽസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽസും സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഒക്കെ വരും. അപ്പോൾ അതിൽ പ്ലസ് ഓപ്ഷൻ ഉണ്ട്. പ്ലസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ. അതായത് പുതിയൊരു ജിമെയിൽ ഐ ഡി ഉണ്ട് അക്കൗണ്ട്. അപ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നമ്മുടേതായിട്ടുള്ള ഡേറ്റ്. പിന്നെ ഇത് പേഴ്സണൽ യൂസ് ആണോ വർക്ക് ഓർ ബിസിനസ് കൊടുക്കുമ്പോൾ വർക്ക് ഓർ ബിസിനസ് കൊടുക്കുക. നമ്മൾ നെയിം കൊടുത്തു, നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ജിമെയിൽ ഐ ഡി ഇങ്ങനെ അതിൽ
അതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതല്ലാണ്ട് നമ്മൾ മാക്സിമം നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുക. നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഓക്കെ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ ആ യുയിൽ പോവുക. അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട പോലെ നമ്മൾ ആ ഒരു മെയിലിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അക്കൗണ്ടിൽ സൈൻ ഇൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചാനൽ കൊടുത്ത് ആ ഒരു ചാനൽ നെയിമും ചാനൽ ഐ ഡിയും കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പം ഞാനും എങ്ങനെ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കണ്ട. ഒരു 2-3 മിനിറ്റ് പോലും എടുക്കില്ല. അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത, ഇതൊന്നും ടെക്നിക്കലി ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ തുടർന്ന് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കുറച്ചും കൂടി അഡ്വാൻസ് സെറ്റിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും. യൂട്യൂബ് ആപ്ലിക്കേഷൻ മാത്രം പോരാ, എക്സ്ട്രാ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്ലിക്കേഷനും കൂടെ വേണം ഇതിനൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും. അപ്പം കുറേ അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട്. അപ്പം അത് ഞാൻ തുടർന്ന് ഇതിനെ സംബന്ധിച്ച് നെക്സ്റ്റ് വീഡിയോസിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് വീഡിയോസ് ഇടാം. അപ്പം കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് അറിയാവുന്നുള്ള പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ. I'm an ocean of love and you're scared of water.